എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇന്നിപ്പോൾ 2 ആഴ്ചകൾക്ക് ശേഷം ഇന്ന് മഞ്ഞ് പെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായ മഞ്ഞൊന്നുമല്ല കേട്ടോ, അന്ന് പെയ്ത പോലെയല്ല, ചെറിയ രീതിയിൽ. പക്ഷെ മഞ്ഞ് പെയ്തതിൻ്റെ ഉടനെ തന്നെ മഴയും കൂടി പെയ്ത്, അത് കാരണം എല്ലാം ഒലിച്ചു പോയി. ഇത് കണ്ട, നമ്മൾ നടക്കണ വഴിയൊക്കെ ഇങ്ങനെ ഒലിഞ്ഞൊലിഞ്ഞൊന്നും ഇല്ലാത്തൊരവസ്ഥ എത്തിയിപ്പോൾ. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ മഞ്ഞെന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ മഞ്ഞുമഴ. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ശനി ഞായർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്ന ടൈമിലായിരിക്കും ഈ മഞ്ഞുമഴ പെയ്യണത്. ഇപ്പോഴും ഉണ്ട് കേട്ടോ മഴ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോയിൽ? മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? വെക്കേഷൻ ആയിരിക്കും അല്ലേ? പിള്ളേരെയൊക്കെ സ്കൂളൊക്കെ അടച്ച് ഒരു മൂഡായിരിക്കും എല്ലാവർക്കും. ഇവിടെയും പിള്ളേരെ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട്. ഒരു 14 ദിവസത്തേക്കാണ് അവധിയുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. സമയമുണ്ടല്ലോ, എന്തായാലും പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെയാണ് ഈ വെക്കേഷൻ പ്ലാൻ ചെയ്തേക്കണത്? എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടോ? 10 ദിവസത്തെ അവധിയല്ലേ നാട്ടിൽ. ട്രിപ്പാണോ പോണേ, അതോ വീട്ടിൽ തന്നെ ആ ഒരു വെക്കേഷൻ ആഘോഷിക്കാനാണോ പോണത്, അതോ ബന്ധുവീടുകളിൽ പോകാനാണോ, ഫ്രണ്ട്സായിട്ട് കൂടാനാണോ, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വേറെ എന്താണ്, നമ്മൾ ഒരുപാട് അമേരിക്കൻ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ട്രാവൽ വ്ളോഗുകൾ. അതൊക്കെ കാണാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്രിസ്മസ് വില്ലേജിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണുക കേട്ടോ. അതൊന്നും ആരും കണ്ടിട്ടില്ല, നല്ല അടിപൊളി വീഡിയോയാണ്. ഫിലഡൽഫിയയിൽ പോയതും അവിടുത്തെ ക്രിസ്മസ് വില്ലേജും ഒക്കെ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വിൻ്റർ ആണെങ്കിൽ പോലും നമ്മൾ യാത്രകളൊക്കെ പോകാറുണ്ട് പറ്റണ പോലെയൊക്കെ. പിന്നെ പ്രധാനപ്പെട്ട പോകേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ പോയ സ്ഥലത്തേക്ക് റിപ്പീറ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ആ ഒരു ഭംഗിയും ആ ഒരു രസം ഉണ്ടാവില്ലല്ലോ, നമ്മൾ കണ്ട കാഴ്ച തന്നെയല്ല. അതുകൊണ്ട് കാണാത്ത സ്ഥലങ്ങൾ പോകാമെന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലേക്കൊക്കെ പോണത്. അതാണ് വലിയ അധികം അങ്ങനെ ലെങ്തി വീഡിയോസൊന്നും ആയിരിക്കില്ല, ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ആയിരിക്കും. കാരണം കുറച്ച് കാഴ്ചകളൊക്കെ അല്ലേ അവിടെ കാണാനുണ്ടാവുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒരുവിധം കണ്ടു കഴിഞ്ഞു. എങ്കിലും ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പോണത്. ഇപ്പോൾ ന്യൂജേഴ്സിയിലാണെങ്കിൽ ഇനിയുണ്ട് ഇഷ്ടംമാതിരി സ്ഥലങ്ങൾ നമ്മൾ പോവാത്തതായിട്ട്. ടിക്കറ്റൊക്കെ കൊടുത്ത് പോണ സ്ഥലങ്ങളാണ് ഇഷ്ടംമാതിരി. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ പോകുമ്പോൾ വെറുതെ ടിക്കറ്റൊക്കെ കൊടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടിക്കറ്റൊന്നും കൊടുക്കാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോകാനായിട്ട് നോക്കണത്. എങ്കിലും ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാം. കുറേ കാഴ്ചകളൊക്കെ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. കാരണം ഈ വിൻ്റർ ആയതുകൊണ്ട് പിന്നെ ഒരു പരിധി കൂടുതൽ നമുക്ക് അങ്ങനെ പുറത്ത് കറങ്ങിയടിച്ച് നടക്കാനൊന്നും പറ്റൂല കേട്ടോ. കാരണം ചിലതൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും ഈ ഒരു ടൈമിൽ. വിൻ്റർ ആകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും പലതും. പിന്നെ സമ്മർ ആകുമ്പോഴാണ് പലതും ഓപ്പൺ ആക്കുക. പിന്നെ ഈ അടച്ചു പൂട്ടിയിട്ടുള്ളതില്ലേ മാള്, അങ്ങനെയുള്ളതിലൊക്കെ ഇവരിത് ഓപ്പൺ ഒക്കെ ഫുൾ ടൈം ഓപ്പൺ ആയിരിക്കും. പിന്നെ റിസോർട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഇവർ വിൻ്റർ ആകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ആക്ടിവിറ്റീസൊക്കെ വെച്ചിട്ട് ടിക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ടൂറിസ്റ്റുകളെ ഇതാക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് പോകണം. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ അങ്ങനെ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. ഇനിയിപ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ തന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം ക്ലോസ്ഡ് ആവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തായാലും ഒന്ന് ശനി ഞായറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ സ്ലോവിലി ആയിരിക്കുമല്ലോ. അപ്പോൾ ഒക്കെ പടഞ്ഞ് എണീറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ടൈം ആവും. അപ്പോഴത്തേനും നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും ഈ പറഞ്ഞതൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളപ്പോൾ അതൊന്നും ക്ലോസ്ഡ് അല്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ പോണത്. അപ്പോൾ എന്തായാലും ഒരുപാട് ഇനിയും വീഡിയോസുകളൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. ഈ വിൻ്ററിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഇടങ്ങൾ. കാരണം എന്ന് വെച്ചാൽ മഞ്ഞും തണുപ്പും ഒക്കെ ആണെങ്കിലും ഇവിടുത്തെ ആളുകളൊന്നും അടങ്ങിയിരിക്കില്ല. എല്ലാവരും ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങും ഏത് സ്ഥലത്താണെങ്കിലും. ഇപ്പോൾ ഞാൻ ഒരുപാട് ലേക്ക് സൈഡ് വീഡിയോസുകളൊക്കെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ വോക്ക് വേ കൂടി നടക്കണത്. അപ്പോൾ അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും കേട്ടോ. അവർക്കൊന്നും ഒരു തണുപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരൊക്കെ എന്താ പറയുക, ഈ അവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ കഫേകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് അടിക്കുക, അതൊക്കെയാണ് ഈ ഒരു ടൈമിൽ എല്ലാവരും ചെയ്യണത്.
അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ എൻജോയ് ചെയ്യണ് അങ്ങനെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ യാത്രകൾ ഇനി തണുപ്പും മഞ്ഞും എന്തൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. നമുക്കപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. ഇനിയും അടിപൊളി വീഡിയോസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. എല്ലാവരും കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തോടുകൂടി പിള്ളേരെ സ്കൂളൊക്കെ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ ഇതേ റാസ് വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് അവരവിടെ സ്കൂൾ വിട്ട് വന്നേക്കണത്. ഇപ്പോൾ ഒരു ഉച്ച ടൈമാണേ, ഒരു 12 മണി 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പാത്തു വരും. അപ്പോൾ അവളെ നമുക്ക് വിളിക്കാൻ പോവാട്ടോ. അപ്പോൾ തന്നെ ബസ് വരും, നമുക്ക് നോക്കാം. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഹാപ്പിയൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. പാത്തു വന്നാ? പാത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പാത്തുവിനെ വിളിക്കാൻ പോവാം. ഞങ്ങൾ പാത്തുവിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. പാത്തു വന്നോന്നോ. ചെറുതായിട്ട് മഴ പൊടിയുണ്ട്. അതുകൊണ്ട് വലിയ തണുപ്പില്ല അല്ലേ, തണുപ്പിനൊരു കുറവുണ്ട്. ഓരോരുത്തരുടെ പേരൻസ് ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ ആയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ നോക്കിക്കണ്ടേ, പുല്ലൊക്കെ ഫുള്ള് ഇങ്ങനെ മഞ്ഞൊക്കെ വീണിട്ട് ഇങ്ങനെ കിടക്കണ കണ്ടില്ലേ. മഞ്ഞിൻ്റെ ആ ഒരു ഇതൊക്കെ അലിഞ്ഞലിഞ്ഞ് പോയി തുടങ്ങിയിട്ടാണ് മഴ പെയ്താരണം. പിന്നെ ആ പുല്ലിൻ്റെ കളറൊക്കെ ഒരു വ്യത്യാസം വന്നു. പക്ഷേ എങ്കിൽ ആ ഒരു മഞ്ഞൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ ആ ഒരു പച്ച കളറിലേക്ക് തന്നെ വരും. എന്താ അല്ലേ, കട്ടയാ അതിപ്പോഴും പൊടിയാ, പൊടി പോലെയാണ്. അത് മുകളിൽ ഇപ്പൊ ഇതാണ്, അടിയിലുള്ളതൊക്കെ കട്ട പിടിച്ച്. ഇനി മഴ പെയ്യില്ല, കുറച്ച് മഴ ചെറുതായിട്ട് പൊടിയുണ്ട്. ആ മഞ്ഞെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പെയ്തതാണ്. അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കണം. അപ്പോൾ അതിൻ്റെ മീത ഇപ്പോൾ പുതിയ മഞ്ഞും കൂടി പെയ്തപ്പോഴേ മുകളിൽ നല്ല പഞ്ഞു പോലെയുണ്ട്, അതിൻ്റെ അടിയിൽ കരിങ്കല്ല് പോലെയായി. അതാണ് ഇപ്പോൾ നേരത്തെ കാണിച്ചത്. ഇപ്പോൾ അതേ ഒരു ബസ് വന്നിട്ടുണ്ട്. ഇത് വലിയ ക്ലാസ്സിലെ കുട്ടികളാണ്, ഒരു 7, 8 ആ ക്ലാസ്സിലെ കുട്ടികളൊക്കെയാണ് കാണുന്നത്. ഇവർക്കിപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന ഡ്രസ് കോഡ് അങ്ങനെയൊന്നുമില്ല. 3 ബസ് വരുന്നുണ്ട്, 2 എണ്ണം വരുന്നുള്ളൂ. 3-ാമത്തെ ബസ് വരുന്നുണ്ട്. ഇതിലായിരിക്കും ആള്. ഇതിലല്ല 2 വെച്ച് തുടങ്ങണ ഏതാ നമ്പറില്ല? 2 വെച്ചാ 2 വെച്ച് അതേ നമ്പറാ. അവിടെ നമ്പർ അതും 32. ഇതാണ് 26. ആള് വരുന്നതൊന്ന് കാണട്ടെ. ഇന്ന് വന്നോ തോന്നി? എവിടെ നിന്റെ ഫ്രണ്ട്സ്? എവിടെ കാണിച്ചായിട്ട് ഫ്രണ്ടിനാ? പോയാ ആണാ? എന്തൊക്കെയോ കുറെ കിട്ടി. ലാസ്റ്റ് ആയിട്ട് കുറെ ഗിഫ്റ്റ് കിട്ടിയാ? ആഹാ, ഇന്നലെയും കുറെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നും കുറെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അതിൻ്റെ സന്തോഷമാണ് കാണാൻ. ഇവർക്ക് എന്ത് ഫെസ്റ്റിവൽ വന്നാലും സ്കൂളിൽ നിന്ന് ഇങ്ങനെ കുറേ ഗിഫ്റ്റുകൾ കിട്ടും കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി സെലിബ്രേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു വിടും. അപ്പോൾ ഇന്നാർന്ന് കലാശക്കൊട്ട്. അപ്പോൾ ഇന്നും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ പറയണത്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അമേരിക്കയിലെ പുതിയ കാഴ്ച വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.